നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണോ എന്ന് ശ്രീമാൻ ബെഞ്ചമിൻ നെത്തന്യാഹു ഇസ്രായേലിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ഒക്ടോബർ 7 മുതൽ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇന്നേക്ക്. ഇനി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ചർച്ചകളുമായി വേണമെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം ഒരാശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 10ഓളം ആശയങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു 4 വർഷമായി വരും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുക. അദ്ദേഹം പറയുന്നു, ഇറാന്റെ ഭീകര വൃക്ഷങ്ങളെ ഞങ്ങൾ പകൽ തരംഗങ്ങൾ പോലെ ഞെരിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് ഗസയിലെ ഹമാസ്, ലബനോണിലെ ഹിസ്ബുള്ള, സിറിയയിലെ അസാദ് ഭരണകൂടം, ഭീകര സംഘടനകള്, യമനിലെ ഹൂതികള്, അതിനുശേഷം ഇറാനിലേക്ക് കടന്നു വരുമ്പോൾ ന്യൂക്ലിയർ പദ്ധതി, മിസൈൽ സംവിധാനങ്ങള്, ഭരണഘടന, പീഡന ശക്തി, സെക്യൂരിറ്റി ഫോഴ്സസ്, പിന്നെ മുതിർന്ന നേതാക്കളെ എല്ലാവരും ഞങ്ങൾ 10 തരംഗങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇറാന്റെ 1 ട്രില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ തൂത്തെറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇറാൻ ഇനി ഒരു ശക്തിയാകാൻ പറ്റില്ല എന്നുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ പഴയ പോലെ ശക്തിയായി മാറില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇതായിരിക്കുമോ ഒരു പക്ഷേ സമാധാനത്തിന്റെ പാത? പശ്ചിമേഷ്യ വീണ്ടും പഴയ പോലെ ഈ പറയുന്ന സമാധാനത്തിലേക്ക് കടന്നു വരുമോ? അവസാനിപ്പിക്കുമോ? ചർച്ചകൾ എന്തായിത്തീരും? ഇറാനിൽ നിന്ന് ചർച്ചകളുമായി മുന്നോട്ട് വരുമ്പോൾ ഇറാൻ ഇപ്പോൾ രണ്ടായി വിഘടിച്ചിരിക്കുകയാണ്. അതായത് നാളുകളെ പറ്റി ചിന്തിക്കുന്ന ഒരു കൂട്ടരും, നാളെ ഒന്നുമില്ല, അതായത് നമുക്ക് ഇന്നും കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പെഷഷ്ക്യാൻ പറയുന്നു, നമുക്ക് ചർച്ചകൾ വേണം, നമ്മുടെ കയ്യിൽ പണമില്ല, നാളെ നമ്മൾ എന്തു ചെയ്യും? ഊർജ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു, പണം കിട്ടാനുള്ള മാർഗമില്ല. അപ്പോൾ IRGC തലവൻ പറയുന്നു, നാളുകളെ പറ്റി എന്തിനു ചിന്തിക്കണം, താങ്കൾ മിണ്ടാതിന് മൂലയ്ക്ക് പോയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചിരിക്കുകയാണ്. രണ്ടായി മാറിയിരിക്കുന്നു. അത് ഒരു വിഭാഗം പറയുന്നു, നോ മോർ ടുമാറോ, നമ്മൾ ഇന്ന് മരിക്കുന്നു, ഇന്ന് പോരാടുന്നു. ശരിയായിരിക്കും ഒരു പക്ഷെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിനെ പറ്റി നമ്മുടെ കേരളത്തിൽ വളരെ വ്യാഖ്യാനങ്ങളാണ്. ഒരു പക്ഷേ മാസക്കൂലിക്കാരും ദിവസക്കൂലിക്കാരും മണിക്കൂർ കൂലിക്കാരും വന്നിരുന്നു ഘോരം പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഞെരുക്കി പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ, 350 ബില്യൺ ഡോളറിന്റെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കരാറാണ് ഇറാനും ചൈനയും തമ്മിൽ. അതായത് ചൈന ഇവരുടെ എണ്ണ വാങ്ങുന്നു 350 ബില്യന്റെ, തിരിച്ച് സാങ്കേതിക സഹായങ്ങള്, വെടിക്കോപ്പുകള്, പിന്നെ എല്ലാം യുവാനിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ചൈനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് 2 കപ്പൽ മാത്രമാണ്. നുണയാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാൻ നുണ പറയാനല്ല വന്നിരിക്കുന്നത്. 2 കപ്പൽ മാത്രമാണ്. ഏറ്റവും ഹർട്ട് ചെയ്യുന്നത് ഇറാനെയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഹോർമുസ് കടലിടുക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആരുടെ ഗ്രിപ്പിലാണ് ഇന്ന് കടലെടുക്കുക? കാരണം അങ്ങനെയാണെങ്കിൽ ഇറാൻ ഒരു പക്ഷേ പറഞ്ഞൂടെ, ചൈന ഒഴികെ എല്ലാം ഞങ്ങൾ കടത്തി വിട്ടു, ചൈന ഞങ്ങളുടെ ഫ്രണ്ട്ലി നാഷനാണ്, ഞങ്ങൾക്ക് സൗഹൃദ രാജ്യമാണ്, ഞങ്ങൾ അവരുമായി കരാറുണ്ട്, അവരുടെ കപ്പലുകൾ ഒഴികെ ആർക്കും പോകാം. അങ്ങനെ പറയുന്നില്ലല്ലോ. കാരണം എന്തുകൊണ്ടാ? യഥാർത്ഥമായ സത്യം ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം, അമേരിക്ക ഒരു എക്സിറ്റ് സ്റ്റാൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞു, 72 മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് കൈ ഉയർത്തി പറയും, നമ്മൾ ജയിച്ചിരിക്കുന്നു, ഹോർമുസ് കടലെടുക്കുന്ന എന്റെ വിഷയമല്ല. അദ്ദേഹം ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ട്, ഹോർമുസ് കടലിടുക്ക് അമേരിക്കയ്ക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല. അതായത് അത് വേണമെങ്കിൽ ഇന്ത്യ, ചൈന, അത് ഒരു യൂറോപ്പ്, നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചു വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോളൂ. അതായത് 1% അമേരിക്കയിലേക്കുള്ള എണ്ണ പോലും അവിടുന്ന് വരുന്നില്ല, ഒരു സാധനങ്ങൾ പോലും വരുന്നില്ല. വല്ല മിഠായിയോ വല്ല കടലയോ വരുമായിരിക്കും, അതൊന്നും വിഷയമുള്ള കേസല്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തുറന്നോളും.
ഇത് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 3 കാര്യങ്ങളാണ്. ഇതിന്റെ അർത്ഥം 3 കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പ്രഷർ ടാക്ടിക്സ്. എന്തിനു വേണ്ടിയാ? മറ്റുള്ള രാജ്യങ്ങളെ പുറത്ത് ചാടിക്കാൻ. അത് ഇന്നിപ്പം സ്റ്റാമർ പറയുകയാണ്, മെക്രോൺ പറയും ഇത് ഞങ്ങളുടെ യുദ്ധമല്ല ഇത്. അപ്പൊ ട്രംപ് പറയും നിങ്ങളുടെ യുദ്ധമല്ലെങ്കിൽ വന്ന് തുറന്നു, ഞാൻ എന്തിനാ തുറക്കുന്നേ? നിങ്ങളുടെ യുദ്ധമല്ലല്ലോ. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു, ഞങ്ങൾ വിളിക്കാൻ തയ്യാറാ. അവിടെ ഇഷ്ടം പോലെ എണ്ണയുണ്ട്. പറ്റുമെങ്കിൽ കഴിവുണ്ടെങ്കിൽ പോയി തുറന്നു. പ്രഷർ ടാക്ടിക്സ്. മറ്റുള്ള രാജ്യങ്ങളെ പുകച്ച് പുറത്ത് ചാടിക്കുക. ഇത് നിങ്ങളുടെ യുദ്ധം കൂടിയാണ്. വ്യക്തമായി മനസ്സിലാക്കുക. അതായത് മൂന്നാമത് പാനിക് ആക്കുക. എല്ലാവരും പാനിക് ആക്കുക. അതായത് എനിക്കിത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾക്കാണ് 1 മാസം 2 മാസത്തേക്ക് കരുതൽ എണ്ണയുള്ളത് തിരിച്ചു വരിക. അതായത് മൂന്നാമത് പറഞ്ഞ US ഡിപ്പെൻഡൻസി സൃഷ്ടിക്കുക. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ ലോകത്ത് എന്താ പറയുക ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഡിപ്പെൻഡൻസി. അമേരിക്ക വിചാരിച്ചാൽ 2 ദിവസം പോലും വേണ്ട തുറക്കാനായിട്ട്. ഒരു ബീറ്റ് കൊണ്ട് 4 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. എല്ലാ ദിവസവും രാവിലെ നമ്മൾ സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകാറില്ല, അതുപോലെ രാവിലെ ഒപ്പിടുക, ഉച്ചയ്ക്ക് ഒപ്പിടുക, അതുപോലെ 2 വട്ടം പോയാൽ തീർന്നു. ഹോർമുസ് കടലിടുക്കിലെ ടോൾ ബൂത്തൊക്കെ ഇല്ലേ, ആ ടോൾ ബൂത്തൊക്കെ പോവും. അമേരിക്ക പക്ഷെ ചെയ്യില്ല. അമേരിക്ക എന്തുകൊണ്ടാ? ഞാൻ മാത്രം എന്തിനു ചെയ്യണം? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പോയി തുറന്നോളൂ. സ്റ്റാമറോടും കൂട്ടരോടും ട്രംപ് പറയുന്നതാണ് നിങ്ങൾക്ക് ലഡ്നേക്കയിലെ ഹിമ്മത്ത് നയ്യേ. ഞാൻ ഹിന്ദി പറയുന്നത് ഒഴിവാക്കാൻ പോവാ. പല പ്രേക്ഷകരും പറയുന്നുണ്ട് ഹിന്ദി പറയരുത്. ഓക്കെ, സോറി. നിങ്ങൾക്ക് അടിക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക, യുദ്ധം ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുക. ഒരുപാട് പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് അമേരിക്കയുടെ അസ്തിത്വം എന്ന് പറയുന്നത് യഹൂദരെയും ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു അസ്തിത്വം. ഈ രാജ്യത്തിന്റെ ഫോക്കസ് ആണ്. എവിടെയെങ്കിലും ഈ 2 സമൂഹം എവിടെയെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ ഇവർ ഇറങ്ങി വരും. ഇവരുടെ ഒരു ഓപ്പൺ നയമാണിത്. പലരും ഇന്നലെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, അതായത് കുവൈറ്റിലെയും ഖത്തറിലെയും മറ്റേ അവിടുത്തെ മറ്റേ ഊർജ കേന്ദ്രങ്ങളും മറ്റേ എണ്ണ ശുദ്ധീകരണശാലകളും പിന്നെ മറ്റേ ഉപ്പുവെള്ളം കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകളൊക്കെ ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേൽ. അങ്ങനെയൊക്കെ ഒരു ഒരു ചെറിയൊരു ഒരു ആരൊക്കെയോ പറഞ്ഞു വരുന്നു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇത് ഓപ്പൺ സോഴ്സ് ഇന്റലിന്റെ കാലഘട്ടമാണ്. ഒരു മിസൈൽ എവിടുന്ന് പുറപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ, ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ സംവിധാനമുള്ള ലോകമാണിത്. ഇത് പഴയ കാടൻ യുഗമല്ല. ഇസ്രായേലാണ് വിട്ടതെങ്കിൽ ഓപ്പൺ സോഴ്സിൽ ഒരുപാട് ട്രാക്കിംഗ് ടൂൾസ് ഉണ്ട്. അവർ പുറത്തു കൊണ്ടുവന്ന് കാണിക്കും. നിങ്ങൾ ഏത് കാലത്തൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും മലയാളം മാധ്യമങ്ങളാണ് ഇപ്പോഴും കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറയണല്ലോ, നിങ്ങൾ ഞാൻ ഈ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യുദ്ധം ഒരുപക്ഷെ അടുത്ത് അവസാനിപ്പിക്കും. മധ്യപൂർവേഷ്യയിലെ സഹോദരന്മാർക്ക് സമാധാനം വരും. കാരണം പെട്ടെന്ന് വരട്ടെ. കാരണം അവിടെ സാധനങ്ങൾക്ക് തീ പിടിച്ച വില ആളുകളെ പറഞ്ഞു വിട്ടു തുടങ്ങി. അവിടെ കമ്പനികൾ പൂട്ടുന്നു. എന്തെങ്കിലും പറ്റിയാൽ, മധ്യപൂർവേഷ്യക്ക് പറ്റിയാൽ കേരളത്തില് നടുവൊടിയും കേരളത്തിന്റെ. കാരണം വേറെ ഒന്നുമില്ല. എന്തോ ഉള്ളേ, ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞ പോലെ വന്ന് കഞ്ഞിക്കട ആരംഭിക്കേണ്ടി വരും. അത് കഞ്ഞിക്കട മോശമല്ല, എന്നാൽ പോലും ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. ഒരുപക്ഷെ നെതന്യാഹുവിന്റെ വാക്കുകൾ ശുഭസൂചനമാണോ? ട്രംപ് എന്തായാലും വിളിച്ചു വരുത്തി ചർച്ചകൾ ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ ഒരു പുതിയ വാർത്ത